നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന രണ്ടാം പാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ ബയേൺ മ്യൂണിക്കിന് സാധിച്ചിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അവർ ആഴ്സണലിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ബയേണിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ സൂപ്പർ താരം ജോഷുവ കിമ്മിച്ച് നേടിയ ഏക ഗോളാണ് അവർക്ക് ഇപ്പോൾ വിജയം സമ്മാനിച്ചിട്ടുള്ളത്. രണ്ട് പാദങ്ങളിലുമായി 2-3 ഗോളുകൾക്കാണ് ബയേൺ ഇപ്പോൾ വിജയിച്ച് കയറിയിട്ടുള്ളത്. ബയേണിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മോശം സീസൺ ആണെങ്കിലും ആഴ്സണലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവരിപ്പോൾ തങ്ങളുടെ കരുത്ത് ഒരിക്കൽ കൂടി തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വിജയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ബയേൺ സൂപ്പർ താരമായ ഹാരി കെയ്ൻ പറഞ്ഞിട്ടുണ്ട്. അവിശ്വസനീയമായ ഒരു വിജയം എന്നാണ് ഹാരി കെയ്ൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ goal.com റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇതൊരു അവിശ്വസനീയമായ വിജയമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബുദ്ധിമുട്ടുള്ള സീസണാണ്. സ്വന്തം മൈതാനത്ത് ആരാധകർക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഡിഫറൻസ് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു മത്സരമായിരുന്നു ഇത്. സെമി ഫൈനലിൽ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു വലിയ നേട്ടമാണ്. ഞങ്ങൾ ഇത് എൻജോയ് ചെയ്യണം. ആദ്യ പകുതിക്ക് ശേഷം കൂടുതൽ അഗ്രസീവ് ആവേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാൻ തന്നെയാണ് ഞങ്ങളുടെ ശ്രമം. ഞങ്ങൾക്ക് ലീഗ് കിരീടം ഇപ്പോൾ നഷ്ടമായി കഴിഞ്ഞു. പക്ഷേ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ കാര്യത്തിൽ ആ പിഴവ് സംഭവിക്കാൻ പാടില്ല. ഇതാണ് ഹാരി കെയ്ൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. UCL കിരീടം നേടുക എന്നുള്ളത് ബയേണിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും എളുപ്പമാവില്ല. കാരണം അവർക്ക് സെമിയിൽ നേരിടേണ്ടത് കരുത്തരായ റയൽ മാഡ്രിഡിനെയാണ്. നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയെ പുറത്താക്കിക്കൊണ്ടാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ UCLന്റെ സെമി ഫൈനൽ യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.